ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര മാങ്ങ കൊണ്ടും നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഈ അച്ചാറൊന്നും കേടുവരില്ല കേട്ടോ. കുറേ കാലം ഈ അച്ചാർ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു മാങ്ങൻ്റെ പകുതി എടുത്തിട്ട് അത് 2 കഷ്ണമായി മുറിച്ചിട്ട് അതിൽ നിന്നും ചെറിയ ചെറിയ കഷ്ണാക്കി ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ കട്ടിയില്ലാതെയും ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മാങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. അല്ലാണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ഒഴിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. മാങ്ങ നന്നായി ഒന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും നല്ല രീതിയിലൊന്ന് വെന്ത് ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് കോരിയെടുക്കണം. നല്ല രീതിയിൽ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ മാങ്ങ മുഴുവനായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലെ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഈ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അതിനുശേഷം ആദ്യം മാറ്റി വെച്ചിട്ടുള്ള എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങക്കനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.